Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the area of the ellipse x is equal to a cos t, y is equal to b sin t, 0 less than equal to t less than equal to 2 pi using line integral. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ നമുക്ക് എലിപ്സിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി എലിപ്സ്. അപ്പൊ എലിപ്സിന്റെ ഏരിയ കാണാനായിട്ട് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച ഒരു ഫോർമുലയുണ്ട്. ഏരിയ യൂസിങ് ഗ്രീൻസ് തിയറം. നമ്മൾ പഠിച്ചു വെക്കണം. ഏരിയ യൂസിങ് ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഏരിയ കാണാനുള്ള ഫോർമുല ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇന്റഗ്രൽ മൈനസ് y dx പ്ലസ് x dy എന്നാണ് ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കണം. ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഏരിയ കാണാനുള്ള ഫോർമുല ലൈൻ ഇന്റഗ്രലിന്റെ ഒരു ഫോർമുലയാണ് 1/2 ഇന്റഗ്രൽ മൈനസ് y dx പ്ലസ് x dy. ഈ ഫോർമുല ഓർത്ത് വെക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ x എന്നുള്ളത് ഇവിടെ ഏരിയ ഓഫ് ദി എലിപ്സ് എന്നാണ് പറയുന്നത്. എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? x square by a square y square by b square is equal to 1. ഇതാണ് എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. x square by a square plus y square by b square is equal to 1. എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണെങ്കിൽ ഇതിൽ x is equal to a cos t y is equal to b sin t കൊടുത്താൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? a square cos square t by a square b square sin square t by b square is equal to എന്ത് കിട്ടും? a square വെട്ടിപ്പോവും, b square വെട്ടിപ്പോവും, sin square t plus cos square t is equal to 1. അപ്പോൾ എലിപ്സിന്റെ ഇക്വേഷൻ x square by a square plus y square by b square equal to 1 ആണെങ്കിൽ അത് 1 ആണ്. അപ്പോൾ അതിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ x ന്റെയും y ന്റെയും പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് x എന്ന് പറഞ്ഞാൽ a cos t ആണ്, y എന്ന് പറഞ്ഞാൽ b sin t ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കണം. x എന്ന് പറഞ്ഞാൽ a cos t ആണ്, y is equal to b sin t ആണ്. x a cos t യും y b sin t യും ആണ് എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് dx കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് dx? dx എന്ന് പറഞ്ഞാൽ a into minus sin t dt. എന്താണ് dy? dy എന്ന് പറഞ്ഞാൽ b cos t dt. ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് നമ്മൾ t-ലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. t-ലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1/2 ഇന്റഗ്രൽ y എന്താണ്? y എന്ന് പറഞ്ഞാൽ b sin t, dx എന്താണ്? മൈനസ് a sin t dt. വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? വൈക്ക് പകരം നമ്മൾ b sin t കൊടുത്തു. dx ന് പകരം എന്ത് കൊടുത്തു? മൈനസ് a sin t dt കൊടുത്തു. പ്ലസ് x ന് പകരം എന്ത് കൊടുക്കാം? a cos t ഇൻറ്റു dy ക്ക് പകരം എന്ത് കൊടുത്തു? b cos t dt. അപ്പൊ ഇവിടെ y റീപ്ലേസ് ചെയ്തു. എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? b sin t കൊണ്ട് റീപ്ലേസ് ചെയ്തു. dx എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? മൈനസ് a sin t dt. അപ്പോൾ x ന് എന്ത് കൊടുത്തു? a cos t കൊടുത്തു. dy ക്ക് എന്ത് കൊടുത്തു? b cos t കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1/2 ഇന്റഗ്രൽ ഇവിടെ മൈനസ് ബി ഇൻറ്റു മൈനസ് എ. അപ്പൊ എ ബി സൈൻ സ്ക്വയർ ടി ഡി ടി പ്ലസ് ഇവിടെ എന്താണ്? എ ബി കോസ് സ്ക്വയർ ടി ഡി ടി. ഇനി അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യാം? എ ബി നമുക്ക് പുറത്തോട്ട് മാറ്റി കഴിയുമ്പോൾ എ ബി ബൈ 2 ഇന്റഗ്രൽ ഇവിടെ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ആണ്. എ ബി പുറത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ സൈൻ സ്ക്വയർ ടി കോസ് സ്ക്വയർ ടി ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 dt. ഇനി ഇതിന്റെ റിമൈനിങ് പാർട്ട് ചെയ്യാം. റിമൈനിങ് പാർട്ട് എന്താണ്? this is equal to ab by 2. ഇവിടെ t യുടെ ലിമിറ്റ് തന്നിരിക്കുന്നത് എന്താണ്? 0 to 2 pi ആണ്. ഇവിടെ 0 to 2 pi. അപ്പൊ നമുക്ക് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t എന്ന് വരും 0 to 2 pi. കൊടുക്കുമ്പോൾ ab by 2 into 2 pi. ഈ 2 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ab. അപ്പൊ ഏരിയ എലിപ്സിന്റെ ഏരിയ നമുക്ക് എന്ത് കിട്ടി? എലിപ്സിന്റെ ഏരിയ പൈ ഓഫ് ab. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഗ്രീൻസ് തിയറത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം.
അതെന്താണ് ആ ഫോർമുല? 1/2 ഇന്റഗ്രൽ മൈനസ് y dx പ്ലസ് എക്സ് ഡി വൈ. ഈ ഫോർമുല ഓർത്തിരിക്കും. ആ ഫോർമുല ഓർത്തിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എലിപ്സ് ആവുമ്പോൾ എലിപ്സിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ അറിഞ്ഞിരിക്കണം. അവിടെ എക്സ് എന്നുള്ളത് എ കോസ് ടി ആണ്, വൈ എന്നുള്ളത് ബി സൈൻ ടി. അങ്ങനെ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ ഡി എക്സ് കണ്ടുപിടിക്കാം, ഡി വൈ കണ്ടുപിടിക്കാം. ഇതെല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ബി സൈൻ സ്ക്വയർ ടി ഡി ടി, എ ബി കോസ് സ്ക്വയർ ടി ഡി ടി. അതിൽ നിന്ന് എ ബി നമ്മൾ പുറത്തോട്ട് മാറ്റി കഴിയുമ്പോൾ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്താണ്? 1 ആണ്. 1 ഡി ടി. ഇനി ലിമിറ്റ് എന്താണ് തന്നിരിക്കുന്നത്? 0 to 2π ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി കിട്ടും. അപ്പൊ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 2π ആണ്. ടി അപ്ലൈ ചെയ്യുമ്പോൾ 2π ab/2 into 2π. The answer will be pi of a. ഇത് എന്ന് ചോദിച്ചതാണ്? ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. എല്ലാവരും